നമസ്കാരം. ദിവസവും 2 നേരം കുളിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഒരു നേരം കുളിക്കുന്നവരും ഉണ്ടായിരിക്കും. ഇടയ്ക്ക് കുളി ഒഴിവാക്കുന്നവരും ഉണ്ടാവാം. എന്നാൽ 5 വർഷം കുളിക്കാത്ത ഒരു വ്യക്തിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിൽ ദിവസങ്ങളോളം കുളിക്കാതിരിക്കുന്നവർ ചുരുക്കം സന്ദർഭത്തിൽ വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ അമേരിക്കയിലെ ഒരു ഡോക്ടറാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ താൻ 5 വർഷം കുളിക്കാതിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തിഗത ശുചിത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുളിയായിരിക്കും. ദിവസത്തിൽ ഒരിക്കലെങ്കിലും കുളിക്കണമെന്ന പൊതുധാരണ തിരുത്തുകയാണ് US-ലെ ഡോക്ടർ. പ്രിവെന്റീവ് മെഡിസിൻ ഡോക്ടറായ ഡോക്ടർ ജെയിംസ് ഹംബ്ലിൻ കഴിഞ്ഞ 5 വർഷമായി താൻ കുളിച്ചില്ലെന്നും എന്നാൽ ദുർഗന്ധമില്ലെന്നും ഇദ്ദേഹം പറയുന്നു. ഷാമ്പുകളും സോപ്പുകളും മറ്റു തരത്തിലുള്ള ശുചിത്വ ഉൽപ്പന്നങ്ങളും ഉപയോഗശൂന്യമാണെന്ന് അദ്ദേഹം പറയുന്നു. അവ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും പൊതുജനാരോഗ്യ വിദഗ്ധനും എഴുത്തുകാരനുമായ ഡോക്ടർ പറയുന്നു. ദിവസവും കുളിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ആശയം പര്യവേഷണം ചെയ്യാൻ തുടങ്ങി. കുളിക്കുന്നത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണോ അതോ കേവലം വ്യക്തിപരമായ മുൻഗണനയാണോ എന്ന് മനസ്സിലാക്കാനാണ് അദ്ദേഹം 5 വർഷത്തേക്ക് കുളിക്കുന്നത് നിർത്തിയത്. CNN നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ഒരു മെഡിക്കൽ ഷോപ്പിലെത്തിയാൽ ജലദോഷത്തിനും പനിക്കുമുള്ള മരുന്നുകൾക്കൊപ്പം അടുത്ത ഷെൽഫിലായി ഷാമ്പുവും സോപ്പും ഇരിക്കുന്നത് നമുക്ക് കാണാനാകും. ഇത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇതെന്തിനു വേണ്ടിയാണ്, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ചിന്തിച്ചത്. മൈക്രോബയോമുകളുടെ കേന്ദ്രമാണ് നമ്മുടെ ചർമ്മം. ചർമ്മത്തിന്റെ ആരോഗ്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ കൂട്ടമാണ് മൈക്രോബയോം, അദ്ദേഹം പറയുന്നു. സോപ്പുകളുടെയും ഷാമ്പുകളുടെയും ഒക്കെ ഉപയോഗം ചർമ്മത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന എണ്ണതകളും മറ്റും നീക്കം ചെയ്യാൻ കാരണമാകുന്നു. ഒരു പുൽത്തകിടിയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെയാണിതെന്നും അദ്ദേഹം പറയുന്നു. ഇത് ചർമ്മം വരണ്ടതാക്കാൻ കാരണമാകും. ഇതിന് പ്രതിവിധിയായി മറ്റ് ലോഷനുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കുളിച്ചില്ലെങ്കിലും ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാകുമെന്നതാണ് ആളുകളുടെ ഏറ്റവും വലിയ ആശങ്ക. എന്നാൽ കാലക്രമേണ തന്റെ ശരീരം അതിനനുസൃതമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തിയതായി ഹംബ്ലിൻ പറഞ്ഞു. ദിവസവും വ്യായാമം ചെയ്യാറുള്ളവർ വ്യായാമം ചെയ്തതിനു ശേഷം കുളിക്കാറുണ്ട്. ചർമ്മത്തിൽ വിയർപ്പ്, അതിൽ നിന്നും ഉപ്പ് അടിഞ്ഞുകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കഴുകിക്കളയുക. അതിന് വെള്ളം മാത്രം മതി. വെള്ളം കൊണ്ട് മാത്രം നീക്കം ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സോപ്പ് ഉപയോഗിക്കേണ്ടതുള്ളൂ, അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും കുളി നിർത്താൻ താൻ പറയുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എന്നാൽ ആളുകൾ പറയുന്നത് കൊണ്ടാവരുത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രയോജനം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പുകൾ നടത്തണം. നമ്മുടെ ചർമ്മത്തിൽ ട്രില്യൺ കണക്കിന് സൂക്ഷ്മാണുക്കളുണ്ട്. അവ നിരന്തരം ഇല്ലാതാക്കുന്നത് ഗുണം ചെയ്യില്ല. പകരം ശാസ്ത്രവും വ്യക്തിപരവുമായ സൗഖ്യവും നൽകുന്ന ചർമ്മത്തിന്റെ സ്വാഭാവികതകളോട് പൊരുത്തപ്പെട്ട സമീപനം ആവശ്യമാണെന്നും അദ്ദേഹം CNN നൽകിയ പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കുന്നു.